ഒരിക്കൽ കൈലാസത്തിലെ മധുവനത്തിൽ കൂടെ പോവുകയായിരുന്ന പരമശിവൻ അവിടെയുള്ള കരിന്തെങ്ങിൽ നിന്നും മധു ഊറി വരുന്നതായിട്ട് കണ്ടു. മധു മോന്തി കുടിച്ച ശിവൻ ഭ്രാന്തമായിട്ട് നൃത്തം ചെയ്യുകയും പാർവതി ദേവി അത് കണ്ട് ഭയപ്പെടുകയും ചെയ്തു. ദിവസവും മദ്യലഹരിയിൽ തന്റെ അടുത്തെത്തുന്ന ശിവന്റെ മദ്യപാനം തടയാൻ പാർവതി ദേവി തീരുമാനിച്ചു. മധുവനത്തിലെത്തിയ പാർവതി ദേവി തന്റെ മന്ത്രശക്തിയാൽ തെങ്ങിൽ നിന്നും മധു തടവി മുകളിലേക്ക് കയറ്റി. പിറ്റേന്ന് അവിടെ എത്തിയ ശിവൻ അത് കണ്ട് രോഷാകുലനാവുകയും തന്റെ തുടയിൽ ആഞ്ഞടിച്ച് ഒരു പുത്രനെ ജനിപ്പിക്കുകയും ചെയ്തു. തെങ്ങിൽ കയറി മധു എടുക്കുവാൻ അവനെ നിയോഗിച്ചു. പതിവായി ശിവന് വേണ്ടി മധു ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം തുടങ്ങി. ഇതറിഞ്ഞ ശിവൻ കദളീവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ മധു കുടിക്കരുതെന്നും പറഞ്ഞ് ദിവ്യനെ വിലക്കി. എന്നാൽ വിലക്ക് വകവെക്കാതെ മധുപാനം തുറന്ന ദിവ്യൻ ശിവകോപത്തിനിരയായി. അവന്റെ 2 കണ്ണുകളും പൊട്ടിത്തെറിച്ചു. ദിവ്യൻ ശിവന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. കോപം കെട്ടടങ്ങിയ ശിവൻ അവന് മാപ്പ് നൽകി. പൊയ്ക്കണ്ണും മുളഞ്ചൂട്ടും മുളയമ്പും വില്ലും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു. പോകുന്ന വഴിക്ക് ചൂട്ടിലെ പുക കണ്ട് കണ്ണുനീറിയ ദിവ്യൻ തന്റെ പൊയ്ക്കണ്ണും വിത്തുപാത്രവും മുളഞ്ചൂട്ടും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് വയനാട്ടിലെ ആദിപർമ്മൻ കണ്ണന്റെ പടിഞ്ഞാറ്റയിലായിരുന്നു. അങ്ങനെ ദിവ്യൻ വയനാട്ടിലെത്തി. തന്റെ ദിവ്യത്വം അവിടെയുള്ളവരെ പല രീതിയിലും മനസ്സിലാക്കി കൊടുത്ത ദിവ്യൻ കണ്ണൂർ വളപട്ടണത്തേക്ക് യാത്രയായി. അവിടുത്തെ ദിവ്യനെ പക്ഷേ അംഗീകരിക്കാൻ കോലത്തിരി മന്നൻ വിസമ്മതിച്ചു. ചാലക്കടപ്പുറത്തു നിന്ന് ഊനം കൂടാതെ പുലിത്തോല് തനിക്ക് എത്തിക്കാൻ കോലത്തിരി ആവശ്യപ്പെട്ടു. അതായത് ദ്വാരങ്ങളില്ലാത്ത പുലിത്തോല്. അമ്പെയ്യുമ്പോൾ പുലിയുടെ ശരീരത്തിൽ ദ്വാരമുണ്ടാകുന്നത് കോലത്തിരിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എങ്കിൽ നായാട്ടിൽ പ്രഗത്ഭനായിരുന്ന ദിവ്യൻ അവിടെ എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു കാക്കയ്ക്കിരിക്കാൻ പോലും ചെറുമരമില്ലാത്ത ചാലക്കടപ്പുറത്ത് കണ്ണ് ചിമ്മി തുറക്കും മുമ്പേ ദിവ്യൻ കൊടുങ്കാട് തീർത്തു. അതിൽ നിന്നും മുരളുന്ന പുലിയുടെ ചെവിക്കുണ്ടിൽ അമ്പെയ്ത് അതിനെ വകവരുത്തി. എന്നിട്ട് ഊനം കൂടാതെ പുലിത്തോല് മന്നന് കാഴ്ചവെച്ചു. പിന്നെ ഒട്ടും താമസം ഉണ്ടായില്ല. വയനാട്ടിൽ അമർന്ന കുലവനെ വയനാട്ടു കുലവനായി ദൈവമായി എല്ലാവരും അംഗീകരിച്ചു.